ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന നമ്മുടെ മഹത്തായ ഭരണഘടനയുടെ ആത്മാവിന് നിരക്കാത്ത നിയമങ്ങളാണ് പൗരത്വ ഭേദഗതി നിയമങ്ങളടക്കമുള്ള കാര്യങ്ങൾ. നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന തുല്യതയ്ക്കും മതേതരത്വത്തിനുമെല്ലാം ഘടകവിരുദ്ധമാണത്. സ്വരതയെ ഉൾക്കൊള്ളുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതേതര സർക്കാർ രൂപപ്പെടുന്നതിന് വേണ്ടിയാവണം നാം നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടത്. നാം ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ മുന്നിലാണ് പ്രിയമുള്ളവരെ. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നുപോലെയുള്ള ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പായി ഇതിനെ ദയവ് ചെയ്ത് കാണരുത്. ഇത് നിലനിൽപ്പിന്റെ, ഇവിടെ ജീവിച്ചു പോകുന്നതിന്റെ വസ്തുതയെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പാണ്. സാമുദായിക സൗഹാർദ്ദം എത്ര മനോഹരമാണ്. ഈ സൗഹാർദ്ദം തകർക്കുന്ന വിധത്തിൽ കേരള ഹിസ്റ്ററി സിനിമയുണ്ടാക്കി പ്രദർശിപ്പിച്ചിട്ട് കാര്യമില്ല. ജനങ്ങളെ അംഗീകരിക്കില്ല. നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. 30 ദിവസത്തെ കഠിനവ്രതത്തിന് വിട നൽകി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. പക്ഷേ ഈ ആഘോഷവേളയിലും നിറഞ്ഞു നിന്നത് ആ മതവിഭാഗം നേരിടുന്ന വെല്ലുവിളികളായിരുന്നു. ഈദ്ഗാഹുകളിലെ പ്രാർത്ഥനാവേളയിൽ ഉയർന്നത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ ഉറച്ച ശബ്ദമാണ്. പൗരത്വ നിയമ ഭേദഗതി ഇന്ത്യയുടെ ആത്മാവ് നഷ്ടപ്പെടുത്തുന്നുവെന്നും ധ്രുവീകരണം നടത്തുന്നവരെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്നുമാണ് ഈദ്ഗാഹുകളിലുണ്ടായ വികാരം. കേരള സ്റ്റോറി പ്രചരിപ്പിക്കുന്നവർ കള്ളം പ്രചരിപ്പിക്കുന്നവരുടെ ഉപകരണമായി മാറരുതെന്ന മതപണ്ഡിതരുടെ വാക്കുകൾ ഒരു മുന്നറിയിപ്പാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, BJP പ്രതിനിധി പ്രിന്റു മഹാദേവൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഈ ചർച്ചയിലേക്ക് പോകുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് സിറിയക്കിലേക്കാണ്. ശ്രീ വസന്ത്, നൂറുകണക്കിന് പേർ പങ്കെടുത്ത കേരളത്തിലെ ഈദ്ഗാഹുകളിൽ ഇന്ന് ഉയർന്ന ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ അവരുടെ വലിയ ആശങ്കയും പ്രതിഷേധവുമാണ്. ഇത്തരത്തിൽ ഒരു മതേതര രാജ്യം ഒരു മതവിഭാഗത്തെ പൂർണ്ണമായും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ നിയമ ഭേദഗതികളും നിയമങ്ങളുമായി നടക്കുമ്പോൾ അവരെ ഒരു തരത്തിലും ഭരണത്തിൽ ഏറ്റാൻ അനുവദിക്കരുത് എന്ന മുദ്രാവാക്യമാണ്, അത്തരത്തിൽ ഉറച്ച നിലപാടാണ് ഇന്ന് ഈദ്ഗാഹുകളിൽ മുഴങ്ങിയത്. കോൺഗ്രസ് എങ്ങനെയാണ് ഈ മതനേതാക്കളുടെ ഈ ആശങ്കയെ കാണുന്നത്? രാജ്യമൊട്ടുക്കും വളരെ കൃത്യമായി മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഒരു പരിധിവരെ ഭൂരിപക്ഷ മതവിഭാഗത്തിൽ BJPയെയും RSSനെയും എതിർക്കുന്നവർക്കെതിരെയും വലിയ രീതിയിലുള്ള അതിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നേരെ സംഘപരിവാരം അഴിച്ചുവിടുന്ന അതിക്രമം, ആവേശം, അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് എന്നതിൽ സംശയമില്ല. ഗുജറാത്തിൽ അമിത്ഷായുടെ ഒരു പ്രസംഗമുണ്ട്. അത് ക്രോണോളജി സാംജി എന്നാണ്. CAAയിൽ തുടങ്ങിയാൽ അതിന്റെ ക്രോണോളജി നിങ്ങൾ നോക്കണം. അത് NPRയിലൂടെ NCRയിലൂടെ വന്ന് അവസാനിക്കുക ഈ രാജ്യത്തെ മുഴുവൻ ന്യൂനപക്ഷങ്ങളെയും പടിയടച്ച് പിണ്ടം വെക്കുന്നതിലായിരിക്കുമെന്ന് വളരെ കൃത്യമായി അമിത്ഷാ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പോരാട്ടത്തിന്റെ സമയമാണ്. അത് ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ എല്ലാവരും ഈദ്ഗാഹുകളിലെ നമ്മൾ ഇന്ന് കണ്ടില്ലേ, ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിന്റെ ഗ്രൗണ്ട് തന്നെ തുറന്നു കൊടുക്കപ്പെടുകയാണ് ഈദ്ഗാഹ് നടത്താൻ വേണ്ടി. അവിടെ ഇത് മുസ്ലിമിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ഇത് ക്രിസ്ത്യന്റെ പ്രശ്നമാണ്, ജൈനന്റെ പ്രശ്നമാണ്, പാഴ്സിയുടെ പ്രശ്നമാണ്, എന്തിനേറെ പറയുന്നത് ഹിന്ദുവിന്റെ പ്രശ്നമാണ്. കാര്യം നമ്മൾ എല്ലാ കാലങ്ങളിലും കേട്ടിരിക്കുന്നത് പോലെ ഇന്നവർ അവരെ തേടി വരുമ്പോൾ നമ്മൾ നിശബ്ദരായ നാളെ അവർ നമ്മളെ തേടി വരും. അപ്പോൾ നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അത് തന്നെയാണ് ഇന്ന് വിവിധ മത നേതാക്കൾ, അത് മുസ്ലിം മത നേതാക്കൾ മാത്രമല്ല,
എറണാകുളത്തടക്കം വിവിധ ക്രിസ്ത്യൻ മതനേതാക്കൾ അടക്കം ഈ ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം വിവിധ രൂപതകളുടെ സർക്കുലറുകളിൽ പ്രതിപാദിക്കുന്നുണ്ട്. അവിടെയാണല്ലോ BJP നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യാനിയോട് ഒരു നിലപാടും കേരളത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനികളെ മുഴുവൻ സ്നേഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്മസിന് കേക്കുമായി അരമനയുടെ അടുക്കളപ്പുറങ്ങളിലേക്ക് വലിഞ്ഞു കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അത് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹവും കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് എന്നത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ശ്രീ നീലിമ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വിവിധ രൂപതകൾ, പ്രത്യേകിച്ച് തൃശ്ശൂർ അതിരൂപതയുടെ ഒരു സർക്കുലർ തന്നെ ഉണ്ട്. മണിപ്പൂർ സ്റ്റോറിയും നമുക്ക് സംസാരിക്കേണ്ടതായി വരും, അതും ചർച്ച ചെയ്യപ്പെടണം എന്ന് തൃശ്ശൂർ അതിരൂപത പറയുന്നുണ്ട്. അപ്പോൾ വളരെ കൃത്യമാണ് ഈ മതത്തിന്റെ പേരിലുള്ള വേർതിരിവുകൾ, വർഗീയവാദികളുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ മതത്തിനെ വിഭജിച്ച് വോട്ടാക്കാനുള്ള ശ്രമം, അത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷങ്ങളും തിരിച്ചറിയുന്നുണ്ട് എന്നത് വലിയ പ്രതീക്ഷയാണ്. അതിനൊപ്പമാണ് ഈ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ ഇക്കാര്യം തിരിച്ചറിയുന്നു, അതൊരു വലിയ പ്രതീക്ഷ മുന്നോട്ട് വെക്കുകയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ കോൺഗ്രസ് എന്താണ് പറയുന്നത് എന്നതുകൂടി വളരെ പ്രസക്തമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം, സെക്കൻഡ് റൗണ്ടിലേക്ക് വസന്തിലേക്ക് വരാം, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക്. ശ്രീ അരുൺകുമാറിലേക്ക് പോവുകയാണ്. ശ്രീ അരുൺകുമാർ, ഇന്ന് ആഘോഷത്തിൻ്റെ ദിവസമാണ് യഥാർത്ഥത്തിൽ ഈദ്ഗാഹുകളിൽ അലയടിക്കേണ്ടിയിരുന്നത്. ആഘോഷത്തിൻ്റെ വാക്കുകളായിരുന്നു അവിടെ മുഴങ്ങേണ്ടിയിരുന്നത്. പക്ഷേ ഇന്ന് ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിലെ എല്ലാ ഈദ്ഗാഹുകളിലും മുഴങ്ങിയത് ആശങ്കയായിരുന്നു. ആശങ്ക എന്ന് പറയുന്നത് CAA-യുമായി ബന്ധപ്പെട്ട ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത്. ഈ മുസ്ലിം മതന്യൂനപക്ഷത്തെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുന്ന ഈ ഭരണാധികാരികളെ തൂത്തെറിയാൻ കൃത്യമായ ജനവിധി ഉണ്ടാകണം എന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഇന്ന് മതനേതാക്കൾ ചെയ്തത്. യഥാർത്ഥത്തിൽ അവരെ അത്തരത്തിലൊരു ചിന്തയിലേക്ക് പ്രേരിപ്പിച്ച ഒട്ടേറെ ഘടകങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അവർക്ക് കേരളത്തിൽ ഇങ്ങനെ ഇത് എടുത്തു പറയേണ്ടി വന്ന സാഹചര്യം? ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ പെരുന്നാൾ അവരുടെ ഏറ്റവും വലിയ ആഘോഷമാണ്. പ്രത്യേകിച്ച് 29-30 ദിവസം തുടർച്ചയായിട്ട് നൊയമ്പ് തോറ്റ് ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ, കടുത്ത ചൂടിലുമെല്ലാം കഠിന വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം ഉള്ള പെരുന്നാളാണ്. ആ പെരുന്നാളിൻ്റെ ഭാഗമായിട്ടുള്ള ഈദ്ഗാഹുകളിലെല്ലാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ഗൗരവമായി തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെക്കുറിച്ച് അവർ വ്യാഖ്യാനിച്ചതും വിശദീകരിച്ചതുമെല്ലാം. കടുത്ത ആശങ്ക നിലനിൽക്കുന്നുവെന്നും മുസ്ലിം ജനങ്ങൾ കടുത്ത ഭീതിയിലാണ് എന്നും വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയാണ് ഓരോ ജില്ലയിലും നടന്ന ഈദ്ഗാഹുകളിലുമെല്ലാമുള്ള പ്രസംഗങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നത്. കാരണം വലിയ അരക്ഷിതാവസ്ഥ വരാൻ പോവുകയാണ്. ഇവിടെ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി താമസിച്ചിരുന്നവർ അവർക്ക് ഇതേപോലെ ഇന്ത്യയുടെ പൗരന്മാരായി ഭാവിയിൽ തുടരാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. ഇത് ഒരു വലിയ സന്തോഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ നിമിഷങ്ങളിൽ പോലും അവരുടെ ആശങ്ക പങ്കുവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ഇത്തരം ഈദ്ഗാഹുകളിൽ പ്രസംഗിച്ചവരെല്ലാം മതമേലധ്യക്ഷന്മാരെല്ലാം ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രം പ്രതിരോധമായി ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പോരാട്ടം ചുരുങ്ങിപ്പോകാൻ പാടില്ല. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ഈ റൂളുകൾ, ചട്ടം നിലവിൽ വന്നതിന് ശേഷം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ്റെ ഒരാഴ്ച മുമ്പാണ് ചട്ടം നിലവിൽ വന്നത്. അതിനുശേഷം വളരെ യോജിച്ചിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും അതുപോലെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുമെല്ലാം ഒറ്റ മനസ്സോടെ സമര പോരാട്ടത്തിന് ഇറക്കുന്ന ഒരു കാഴ്ച നാം കണ്ടു. 2019 ഡിസംബർ മാസത്തിൽ ഈ നിയമം നടപ്പിലായപ്പോൾ സമാനതകളില്ലാത്ത പോരാട്ടം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നപ്പോഴാണ് തൽക്കാലം ചട്ടം നടപ്പാക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒരു 4.5 കൊല്ലത്തോളം ഡിലേ വരുന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഭൂരിപക്ഷ വോട്ടിൻ്റെ ഒരു കേന്ദ്രീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയും തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട പൂർത്തീകരിക്കാൻ ഒരു മതരാജ്യമാക്കി ഈ രാജ്യത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ധൃതി പിടിച്ച് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ ഒരാഴ്ച മുമ്പ് BJP നേതൃത്വത്തിലുള്ള NDA ഗവൺമെൻറ് ഈ ചട്ടം നടപ്പാക്കിയതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനെതിരെ ഉള്ള പ്രക്ഷോഭം ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രം തട്ടി നിൽക്കാതെ, കേന്ദ്രീകരിച്ച് നിൽക്കാതെ മതനിരപേക്ഷമായിട്ടുള്ള പ്രക്ഷോഭമായി ഉയർന്നു വരുവാനും രാഷ്ട്രീയ ഭേദമന്യേ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ശേഷിയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒറ്റ മനസ്സോടെ അതിൻ്റെ ഭാഗമായി അണിനിരക്കണമെന്ന് തന്നെയാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് എല്ലാ മുക്കിലും മൂലയിലും, എല്ലാ ബൂത്തുകൾ മുതൽ മുകളിലേക്ക് വ്യത്യസ്ത തരത്തിലുള്ള ആകർഷകമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, നൈറ്റ് മാർച്ചുകളും അതുപോലെ തന്നെ നിരവധി ആകർഷകമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഇടതുപക്ഷം നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഇന്ന് ഉയർന്നു കേട്ട ഈ ശബ്ദം, പ്രത്യേകിച്ച് ഭീതിയുടെ, ഭയത്തിൻ്റെ, ഒരു ആശങ്കയുടെ ശബ്ദം, ആ ശബ്ദം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. വരും ദിവസങ്ങളിൽ നടക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭത്തിന് പ്രത്യേകിച്ച് ഈ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ എല്ലാം പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടാകും. ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ എല്ലാ മതത്തിലും പെട്ടവരുടെ ഒരു ശക്തമായിട്ടുള്ള പോരാട്ടമായി വരും ദിവസങ്ങൾ
കാലഘട്ടങ്ങളിൽ അത് വളർത്തിക്കൊണ്ടുവരാനും അങ്ങനെ തെറ്റായ നയം നടപ്പാക്കുന്ന, ഭരണഘടനാ വിരുദ്ധ നയം നടപ്പാക്കുന്ന ഗവൺമെൻറ്റിനെ തന്നെ തൂത്തെറിയുന്ന തരത്തിലേക്ക് ഈ പ്രക്ഷോഭവും പ്രതികരണവും മാറും എന്നതിൽ സംശയമില്ല. പക്ഷേ അടുത്ത കാലത്തായി ഇപ്പോൾ കോൺഗ്രസ് അടക്കം ഏറ്റവും വലിയ ദേശീയ പാർട്ടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് അടക്കം അവരുടെ പ്രകടന പത്രികയിൽ പോലും പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ സംശയത്തിന് മറുപടി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അവരുടെ ന്യായ് പത്രികയുടെ 10ാം പേജ് നോക്കൂ, അതിൽ വളരെ വിശദമായിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞപ്പോൾ മനോരമ പത്രമടക്കം ആ 10ാം പേജ് നോക്കാത്തതുകൊണ്ടല്ലേ പറ്റിയത് എന്ന രൂപത്തിലാണ് വാർത്ത കൊടുത്തത്. 8ാം പേജ് യെസ് 8ാം പേജ് എന്ന വാർത്ത വന്നു. പക്ഷേ 8ാം പേജ് വളരെ വിശദമായി തിരിച്ചും മറിച്ചും നോക്കുമ്പോഴും പൗരത്വ ഭേദഗതി നിയമം എന്ന CAA എന്നൊരു വാക്ക് പോലും അതിലില്ല. മറ്റു പല നിയമങ്ങളുടെ പേര് പേജ് 21, 22 പറയുന്നുണ്ട്. മറ്റു പല നിയമങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുമുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആ നിയമങ്ങൾ എടുത്തു കളയുമെന്നും അതിൽ കാതലായിട്ടുള്ള മാറ്റം വരുത്തുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷേ ഒരിടത്ത് പോലും CAA എന്ന വാക്ക് പറയുന്നില്ല, പൗരത്വ ഭേദഗതി നിയമത്തിനെ കുറിച്ച് പറയുന്നില്ല. അത് വലിയ തരത്തിൽ ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്, ന്യൂനപക്ഷത്തിലടക്കം ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇടതുപക്ഷം ശക്തമായി പറയുന്നു, ഞങ്ങൾ അധികാരത്തിൽ നിർണായക ശക്തിയായി വന്നു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് സ്വാധീനമുള്ള ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ വളരെ സ്വാധീനത്തോടെ തന്നെ ഞങ്ങളത് നടപ്പാക്കുമെന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അതുപോലെ എല്ലാ വിഭാഗം ആളുകളെയും ക്രോഡീകരിച്ചുകൊണ്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പ്രക്ഷോഭത്തെ കൂടുതൽ കരുത്തോടെ കൊണ്ടുപോകണം. ഒരു മതരാജ്യമാക്കി ഈ രാജ്യത്തെ മാറ്റാനുള്ള നീക്കത്തെ എന്തു വില കൊടുത്തും നമുക്ക് ചെറുക്കണം. ഭരണഘടന നിലനിൽക്കണം. മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന, ഫെഡറലിസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ഏതു മതത്തിൽപ്പെട്ടവർക്കും ഏകോദര സഹോദരങ്ങളെ പോലെ ഈ രാജ്യത്ത് താമസിക്കാൻ കഴിയുന്ന സാഹചര്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. മണിപ്പൂരിലടക്കമുണ്ടായിട്ടുള്ള വർഗീയ കലാപങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തെ മാത്രം പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമായി ആരും ഇതിനെ കാണേണ്ടതില്ല. ഇപ്പോൾ ഈ മതമാണ്, ഇസ്ലാം മതമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്, 6 മതത്തിൽപ്പെട്ടവർക്ക് പൗരത്വം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഇസ്ലാം മതം പെട്ടിട്ടില്ല. വരും നാളുകളിൽ ഈ 6 മതത്തിലെ പല മതങ്ങളെയും ഒഴിവാക്കപ്പെട്ടേക്കാം, പല ജാതികളും ഒഴിവാക്കപ്പെട്ടേക്കാം, പല പുതിയ മാനദണ്ഡങ്ങളും അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടേക്കാം. പുതിയ ഭൂരിപക്ഷം വന്നാൽ, പറഞ്ഞല്ലോ രാജ്യസഭയിലും ഞങ്ങൾക്ക് ഭൂരിപക്ഷം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞവർ ഏത് രൂപത്തിലാണ് ഈ രാജ്യത്തെ നയിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചിട്ടാണ് കടുത്ത ആശങ്ക ഉയർന്നു വരുന്നത്. ആ ആശങ്ക തന്നെയാണ് ഇന്ന് ഈദ്ഗാഹുകളിലെല്ലാം പങ്കുവയ്ക്കപ്പെട്ടത്. അങ്ങനെ പങ്കുവയ്ക്കപ്പെടുമ്പോഴും വളരെ ഗൗരവത്തോടെ സാധാരണക്കാരായ ജനങ്ങളിൽ ആശങ്ക അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ടൊരു വിഷയമായി പൗരത്വ ഭേദഗതി നിയമം ഉയർന്നു വരികയാണ്. അത് ജനങ്ങളുടെ ആശങ്ക കൊണ്ട് തന്നെയാണ്. ആ ആശങ്കയെ ഏറ്റവും നന്നായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ജനങ്ങളുടെ സ്വൈര്യമായി ജീവിക്കാൻ കഴിയുന്ന, ജനിച്ച നാട്ടിൽ അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്നുള്ള ഉറപ്പ്, ആ ഉറപ്പിനനുസരിച്ചുള്ള പ്രവർത്തനം, അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും ഭാവിയിൽ നടപ്പാക്കണമെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നതും. ഓക്കെ അരുൺ, വളരെ വിശദമായ പ്രതികരണം. ഇപ്പോൾ BJP പ്രതിനിധി പ്രിന്റു മഹാദേവിലേക്കാണ്. പ്രിന്റു, യഥാർത്ഥത്തിൽ കേരളം പോലൊരു സംസ്ഥാനത്ത് നിന്നും ഇത്തരത്തിൽ വലിയ ആശങ്ക ഉയരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നോക്കൂ, ഇന്ന് ഈദ്ഗാഹുകളിൽ പങ്കെടുത്ത മതനേതാക്കൾ പറഞ്ഞത്, വിശ്വാസികളുടെ ഉറച്ച ശബ്ദം, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ CAA-ക്കെതിരായ അവരുടെ യഥാർത്ഥത്തിൽ വലിയ ആശങ്കയിൽ ആ സമൂഹം നിൽക്കുന്നൊരവസ്ഥയാണ്. ഇതിൻ്റെ കൂടെയാണ് കേരളത്തിൽ വളരെ കൃത്യമായ പ്രൊപ്പഗാൻഡ വെച്ചുകൊണ്ടുള്ള അജണ്ടകൾ നിങ്ങൾ നടപ്പാക്കുന്നത്. അതിൻ്റെ കൂടെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ ഇന്ന് മതമേലധ്യക്ഷന്മാരിൽ നിന്ന്, മതനേതാക്കളിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു ഭയം നിറഞ്ഞ അവരുടെ വാക്കുകൾ പുറത്തു വന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിക്കേണ്ടിയിരുന്നോ? ഒന്ന്, CAA-യുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഒരാൾക്കും ഒരു തരത്തിലുള്ള ആശങ്ക ഉണ്ടാകേണ്ട സാഹചര്യമില്ല. ഒന്ന്, ഈ CAA എന്ന് പറയുന്നത് ഇന്ത്യയിലെ നിലവിലുള്ള ഒരു പൗരനെയും, ഇനി വിശേഷ ഇവർ പറഞ്ഞതുപോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളെ പോലും യാതൊരു തരത്തിലും ബാധിക്കാത്ത ഒരു നിയമമാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഈ രാജ്യത്തിൻ്റെ മാനവികതയ്ക്കും മനുഷ്യത്വത്തിനും പീഡനം അനുഭവപ്പെടുന്ന സമുദായങ്ങൾക്കും ഒരു ചരിത്രവും പാരമ്പര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2000 വർഷങ്ങൾക്കപ്പുറത്ത് പാഴ്സിയെയും ജൂതനെയും ഇറാനിയെയും ഒക്കെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്ന, അതിന് അവനാവശ്യമല്ല സാഹചര്യം ഒരുക്കിയിട്ടുള്ളൊരു സംസ്കാരമുള്ള മണ്ണാണ് ഭാരതം. ആ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് വിഭജനാനന്തരം നടന്നിട്ടുള്ള ഇന്ത്യ കണ്ടിട്ടുള്ള വലിയൊരു പ്രശ്നം. ആ പ്രശ്നത്തിൻ്റെ ശാശ്വതമായ പരിഹാരം എന്ന രീതിയിലാണ് ഈ രാജ്യത്ത് CAA നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് ഇന്ത്യയിലുള്ള നിലവിലുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളെ പോലും ഈ നിയമം ബാധിക്കില്ല. പക്ഷേ ഇതിനെ കൃത്യമായിട്ടുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് CPM-ഉം അതോടൊപ്പം തന്നെ മതഭീകരവാദ സംഘടനകളും.
മതഭീകരവാദ സംഘടനകളും CPM ഇന്നും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളെ പോലെ പ്രവർത്തിച്ച് സംഘടിത ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി ആസൂത്രിതമായിട്ട് ഷുഹൈബ് മൗലവി, അതുപോലെ കൊച്ചി ഇമാം ഹുസൈൻ മടവൂർ, ഇവരൊക്കെ മതമൗലികവാദികളുടെ ഗണത്തിലാണോ നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അവരാണ് അവരുടെ വിശ്വാസി സമൂഹത്തോട് ഈ ആശങ്ക പങ്കുവെച്ചത്. ആളുകൾ നിശ്ചയിക്കപ്പെട്ട ഒരു പ്രൊപ്പഗാൻഡയുണ്ട്. ആശങ്ക നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ആശങ്കയാണല്ലോ. അവർക്കിടയിൽ ആശങ്കയും ഇത്തരത്തിലുള്ള സംഘപരിവാർ വിരോധവും കുത്തിനിറക്കിയ ഹിന്ദുത്വ വിരോധം കുത്തിനിറയ്ക്കുക എന്നുള്ളത് തന്നെയാണല്ലോ നിങ്ങളുടെ അജണ്ട. ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരമ്മ പെറ്റ സഹോദരന്മാർ ഒരുമിച്ച് പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ആസൂത്രിതമായിട്ട് നിങ്ങൾ നടത്തുന്ന ഒരു പ്രൊപ്പഗാൻഡ, ആ പ്രൊപ്പഗാൻഡ സ്വാഭാവികമായിട്ട് ആ സമൂഹത്തിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടാക്കാം. ആ ആശങ്കയുമായി ബന്ധപ്പെട്ട് അവർ സ്വാഭാവികമായിട്ടൊരു മതപരമായിട്ടുള്ള ഒരു ചടങ്ങിനകത്ത് അവരുടെ ആശങ്കകൾ പങ്കുവച്ചു. ആ ആശങ്ക കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് CAAയും പിന്നീട് വരുന്ന പൗരത്വ രജിസ്റ്ററും ഈ സമൂഹത്തിന് ഉണ്ടാക്കാവുന്ന, ഈ മതേതര ഇന്ത്യക്ക് ഉണ്ടാക്കാവുന്ന കെടുതികളെ കുറിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന് സംസാരിക്കുന്നത്, ആളുകളോട് പറയുന്നത്. ഇത് കൃത്യമായ ബോധവൽക്കരണം തന്നെയാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. ഇത് കുത്തിത്തിരിപ്പുണ്ടാക്കലല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ മുഖ്യമന്ത്രി തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള നറേറ്റീവ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. മുഖ്യമന്ത്രി തീവ്രവാദം പ്രോത്സാഹിക്കുന്നില്ല ഞങ്ങൾ പറയുന്നത്. ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ സ്പർദ്ധ വളർത്താൻ നടന്ന മുഖ്യമന്ത്രിയാണ് മാഡം. മുഖ്യമന്ത്രി നേരിട്ട് ഒരു മുഖ്യമന്ത്രിയും ഭരണഘടനാപരമായിട്ടുള്ള നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ കേരള സമൂഹത്തിനകത്ത് പച്ചയായ വർഗീയത പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിനും ഹിന്ദു സമുദായത്തിനും ഇടയിൽ ആശങ്കയുണ്ടാക്കാനുള്ള ആരോപണം. ായിട്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 16, 21 പൂർണ്ണമായി നഗ്നമായി ലംഘിച്ചുകൊണ്ട് പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യം മതരാഷ്ട്രമായി മാറി എന്നതാണ് അർത്ഥം. അത് ഭരണഘടനാ വിരുദ്ധമാണ്, ബേസിക് സ്ട്രക്ചറിന് വിരുദ്ധമാണ്. ആ കാര്യങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരള ജനതയ്ക്ക് മുന്നിൽ പങ്കുവച്ചത്. അതിൽ നിയമവിരുദ്ധമായിട്ട് എന്താണുള്ളത്? നിയമവിരുദ്ധമായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു കേസെടുത്തുകൂടാ? കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എല്ലാം നിങ്ങളുടെ കയ്യിൽ പാവകണക്കെ ഇരിക്കുകയല്ലേ. അതുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ ബേസിക് സ്ട്രക്ചറിനെതിരായിട്ടുള്ള നിയമം ഈ സംസ്ഥാനത്ത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണ മുഖ്യമന്ത്രിയുടെ ഈ ഇടപെടലിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര നുണ പറഞ്ഞാലും ജനങ്ങൾക്ക് കാര്യം ബോധ്യമാകും. ശരി, M ജയചന്ദ്രനിലേക്ക് പോവുകയാണ്. ശ്രീ M ജയചന്ദ്രൻ, പ്രിന്റുവിലേക്ക് ഞാൻ വരാം. ശ്രീ M ജയചന്ദ്രനോടാണ് ചോദ്യം. ശ്രീ M ജയചന്ദ്രൻ, BJP നോക്കൂ, യഥാർത്ഥത്തിൽ ഇവിടെ ഒരു അജണ്ട, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു പുതിയ അജണ്ട സെറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മോദി കാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലുടനീളം പ്രചാരണം നടത്തി. പക്ഷേ അതൊന്നും വിലപ്പോയില്ല. മോദി കാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ വലിയ പരസ്യങ്ങളൊക്കെ കൊടുത്തു. BJP പ്രവർത്തകർ വീടാന്തരം കയറി ഇത് പ്രചരിപ്പിക്കാൻ നോക്കി. പക്ഷേ ജനങ്ങൾ ഒരു തരത്തിലും അതിനോട് അടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ കൃത്യമായ വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ടുള്ള പ്രചാരണമാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ഈ കേരള സ്റ്റോറി അടക്കം അതിൻ്റെ ഒരു ഭാഗമായി വന്നതാണ്. വളരെ കൃത്യമായ ഒരു അജണ്ട സെറ്റിംഗ് BJP നടത്തുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? നിശ്ചയമായും BJP ആകപ്പാടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ദിനം അടുത്ത് വരുമ്പോഴേക്കും BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി കേരളത്തിൽ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവുകൾ ഒന്നിനു പുറകെ ഒന്നായി ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് നീലിമ ഇപ്പോൾ ചോദിച്ച ഈ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാ ദിവസവും ഓരോ തരം പ്രശ്നങ്ങളാക്കി മാറ്റുന്ന ഒരു ആഘോഷമാണിപ്പോൾ BJP ക്യാമ്പയിനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ CAAയുടെ കാര്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒറ്റ കാര്യമേ വേണ്ടൂ. പിന്നെ പൗരത്വത്തിൻ്റെ മാനദണ്ഡം മതമല്ല എന്ന് ഭരണാധികാരി പ്രഖ്യാപിക്കാൻ തയ്യാറായാൽ തീരുന്ന വിഷയമേ ഉള്ളൂ. ഇത് എന്താണ് പ്രഖ്യാപിക്കാത്തത്?
പൗരത്വത്തിന് മാനദണ്ഡം മതമല്ല എന്ന് ഭരണാധികാരിയും അദ്ദേഹത്തിൻ്റെ സംഘവും ഗവൺമെൻറ് ആകെ തന്നെയും പ്രഖ്യാപിക്കാൻ എപ്പോഴും തയ്യാറാവാത്ത എന്താണ്? അതാണ് പ്രശ്നം. ഒരു കാര്യം. അടുത്തത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ വരുന്ന ഈ കേരളത്തിൻ്റെ പുതിയ കഥ, കേരള സ്റ്റോറി, അതിൻ്റെ പുതിയ എപ്പിസോഡ് അതെന്തുകൊണ്ടാണുള്ളത്? ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ലാതെ തന്നെ സ്ട്രെയിറ്റായിട്ട് 2 കാര്യങ്ങൾ പറയാനേ ആഗ്രഹിക്കുന്നുള്ളൂ. എന്താണെന്നറിയാമോ? അതായത് 2020 ഫെബ്രുവരി 4-ാം തീയതി അന്ന് ലോക്സഭയിൽ പാർലമെൻറ്റിൽ കോൺഗ്രസ് നേതാവും ചാലക്കുടി MP-യുമായ ബെന്നി ബെഹനാൻ്റെ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം ലോക്സഭയിൽ, ചോദ്യം നമ്പർ 23, ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയാണ് കേട്ടോ, ജി കിഷൻ റെഡ്ഡി. അദ്ദേഹമാണെന്ന് പാർലമെൻറ്റിൽ മറുപടി പറഞ്ഞത്. ചോദ്യം ഇതായിരുന്നു: കേരളത്തിലോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലോ ലവ് ജിഹാദ് ഉണ്ടോ? അത് സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണ്? അതിന് കിഷൻ റെഡ്ഡി രേഖാമൂലം നൽകിയ മറുപടി, തീയതി പ്രത്യേകം ഒന്നുകൂടെ പറയാം, 2020 ഫെബ്രുവരി 4, ചോദ്യം നമ്പർ സ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമ്പർ 23. അതിൽ അദ്ദേഹം പറയുകയാണ്, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏജൻസികളോ വിവിധ സംസ്ഥാനങ്ങളിലെ അന്വേഷണ ഏജൻസികളുടെയോ അന്വേഷണത്തിൽ ലവ് ജിഹാദ് എന്നൊന്ന് ഇന്ത്യയിൽ എവിടെയും ഇല്ല. അത്തരത്തിലൊന്ന് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതായി അന്വേഷണ ഏജൻസികൾ യൂണിയൻ ഗവൺമെൻറ്റിനെയോ സംസ്ഥാന ഗവൺമെൻറ്റുകളോ അറിയിച്ചിട്ടില്ല. ഇത് രാജ്യം ഭരിക്കുന്ന BJP-യുടെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി പാർലമെൻറ്റിൽ പ്രസ്താവിച്ചതാണ്. അവരോടാണ് പ്രസ്താവിക്കുന്നത്. കോൺഗ്രസ് നേതാവായ ചാലക്കുടി MP ഇപ്പോഴത്തെ കണ്ടസ്റ്റൻറ്റുമാണല്ലോ, അദ്ദേഹം ക്രിസ്ത്യാനിയുമാണ്. അപ്പോൾ അത് പരസ്പര പൂരകമാണല്ലോ. BJP ഗവൺമെൻറ് മറുപടി പറയുന്നു, ക്രൈസ്തവനായ ബെന്നി ബെഹനാൻ്റെ ചോദ്യത്തിന് തന്നെയാണ് ആ മറുപടി വരുന്നതുള്ളത്. ഇനി അതിന് മുൻപ് 2018 ജനുവരി 23-ന് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് പിന്നെ കേസിൽ വിധി പറയുകയാണ്. ആ വിധിയിൽ ഇങ്ങനെയാണ്: ഇന്ത്യയിൽ ലവ് ജിഹാദ് എന്നൊരു ഏർപ്പാടില്ല, അത്തരത്തിൽ ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്നത് കെട്ടുകഥയാണ്. ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ബെഞ്ച് 2018 ജനുവരി 23-ന്. ഈ 2 കാര്യങ്ങൾ നിലനിൽക്കെയാണ് കേരള സ്റ്റോറി എന്ന സുദീപ്തോ സെന്നിൻ്റെ പിന്നെ സാധനം ഏതാണ്, സിനിമ കഴിഞ്ഞ വർഷം മെയ് മാസം 2023 മെയ് മാസം 5-ാം തീയതി റിലീസാവുന്നത്. എന്തൊക്കെയായിരുന്നു പിന്നീട് നടന്നതെന്ന് അറിയുമല്ലോ. ഒരു നുണക്കഥ എങ്ങനെയാണ് സത്യസന്ധമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് കഴിഞ്ഞോ? വ്യാപകമായ എതിർപ്പ് നേരിട്ടു. അതുകൊണ്ട് കഴിഞ്ഞോ? ഈ മാസം 4-ന് ദൂരദർശനിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക ജിഹ്വയായ പ്രസാർ ഭാരതിയുടെ ദൂരദർശൻ വഴിയാണ് ഈ മാസം 4-ാം തീയതി ആ സിനിമ എയർ ചെയ്തത്. പിന്നാലെ ഇടുക്കി പിന്നെ ഈ രൂപതയിൽപ്പെട്ട യുവജനങ്ങളുടെ സംഘം, അത് കഴിഞ്ഞ് വേറെ ചില സംഘങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ക്രൈസ്തവ സഭയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകളുണ്ടായി. ഏതായാലും അത് ആ തരത്തിൽ മുമ്പോട്ട് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പ്രശ്നം എന്താണ്? പ്രശ്നം ഇത്രയേ ഉള്ളൂ, BJPക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ, ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ ആ അജണ്ട സെറ്റ് ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടത് എന്താണ്? അനിൽ ആൻ്റണി ഇഷ്യൂ ആണ് ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്നത്. അവിടെയും പ്രശ്നം ഈ ദൗർബല്യമാണ്, ചെറിയ ദൗർബല്യമല്ല. എവറസ്റ്റിനോളം പൊക്കത്തിൽ അവരുടെ ഈ ദൗർബല്യം മുഴച്ചു നിൽക്കുകയാണല്ലോ, എല്ലാത്തിനും മുകളിലായി. അതാണ് സ്വന്തം അച്ഛനെ പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്ന തരത്തിലേക്ക് പത്തനംതിട്ട സ്ഥാനാർത്ഥി BJPയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, BJPയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ സാംസ്കാരിക ഔന്നത്യം ഇതാണെങ്കിൽ എന്തായിരിക്കും ബാക്കിയുള്ളവരുടെ ചിന്തിച്ചാൽ അഹോ ഭയങ്കരം എന്നല്ലേ പറയാൻ പറ്റൂ, അല്ലേ? ഇതാണ് ഇവിടെ കാണുന്നത്. ഈ കാഴ്ചയിൽ നിന്ന് BJPക്ക് എന്താണ് കിട്ടുന്നത്? നെറ്റ് ഔട്ട്കം എന്താണ്? നെറ്റ് റിസൾട്ട് എന്താണ്? ജനങ്ങൾ ഉറപ്പായിട്ടും വോട്ടർമാർ തീരുമാനിക്കുന്നു. ഇവർ പിന്നെ വെറുപ്പ് മാത്രമാണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അജണ്ട ഇല്ലാത്തതിൻ്റെ പേരിൽ അജണ്ട സെറ്റ് ചെയ്യാനായിട്ട് കൊണ്ടിരുന്നത് ഈ വെറുപ്പിൻ്റെ തത്വശാസ്ത്രമാണ്. അതിന് പല പിന്നെ മധുരങ്ങളും പുരട്ടിയാണ് ഇറക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ കേരളം പോലെ പ്രബുദ്ധമായ
പിന്നെ മതനിരപേക്ഷമായ ഒരു സംസ്ഥാനത്ത് എല്ലാ മതസ്ഥരും ഒന്നിച്ചൊരുപോലെ, ഇപ്പോൾ വസന്ത് ആദ്യം വളരെ ഭംഗിയായിട്ടത് പറഞ്ഞല്ലോ, മലപ്പുറത്തെ ആ അനുഭവം ഇല്ലേ, ആ അനുഭവം അത് കേരളത്തിൻ്റെ പാരമ്പര്യമാണെന്ന്. ആ പാരമ്പര്യം ഏതെങ്കിലും സെറ്റ് ചെയ്ത പുതിയ അജണ്ട കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പ്രിൻ്റു നടക്കില്ല. കാരണം ഇത് കേരളമാണെന്ന് നാം ആവർത്തിച്ച് നമ്മളെ സമാശ്വസിപ്പിക്കുന്ന, സ്വയം സമാശ്വസിപ്പിക്കാനല്ല, അത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കുന്നതുകൊണ്ടാണ്. ഈ മതനിരപേക്ഷമായ കേരളത്തിൽ ഇത്തരം സെറ്റിട്ട അജണ്ടകൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അതാണ് ഈ വന്ന രണ്ടാമത്തെ കേരള സ്റ്റോറി. എന്താണ് വി ഡി സതീശൻ എന്ന അദ്ദേഹത്തോട് വിമർശനം ഉണ്ടാവാം, വിമർശനം പറയുകയും ചെയ്യാം, പരസ്പരം പറയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ വീട്ടിലിരിക്കുന്നവരെ തെറി വിളിക്കുന്ന, ആ കുടുംബത്തെ ചീത്ത വിളിക്കുന്ന ആ പണി, അതൊക്കെയാണോ കാണിക്കുന്നത് BJP പ്രവർത്തകർ കാണിക്കേണ്ടത്? അങ്ങനെയാണോ നിങ്ങളുടെ നിലവാരം വോട്ടർമാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ തുറന്നു കാട്ടപ്പെടുകയാണ്. എന്താണ് നിങ്ങൾ എന്നുള്ളത് ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയാണ്. ആ മനസ്സിലാക്കലിലൂടെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് വളരെ വലിയ ഒറ്റപ്പെടലായിരിക്കും. ഈ പിന്നെ എത്ര സീറ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കേരള പ്രഭാരി കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ 5 സീറ്റുകളിലായിരുന്നു, ഇപ്പം ഞാൻ പറയുന്നു 5+ സീറ്റ്സ് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ മിനിഞ്ഞാന്ന് പറഞ്ഞത്. ഇങ്ങനെയാണോ നിങ്ങൾ 5+ സീറ്റ് ഉണ്ടാക്കാനായിട്ട് കേരളത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതെന്ന് അന്തം വിട്ട് നോക്കി നിൽക്കുകയല്ല ജനങ്ങൾ ചെയ്യുക. ജനങ്ങൾ കൃത്യമായി പ്രതികരിക്കുകയാണ് ചെയ്യുക വോട്ടെടുപ്പ് ദിനത്തിൽ. അതാണ് ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന. ഇപ്പോൾ ഈ കേരള സ്റ്റോറിയുടെ പേരിലാണല്ലോ നിങ്ങൾ വലിയ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ നോക്കുന്നത്. പലരും ചോദിക്കുന്നുണ്ട്, പല കോണുകളിൽ നിന്നും ചോദിക്കുന്നുണ്ട്, 32,000 പേരുടെ അഡ്രസ്സ് ഒന്നും വേണ്ട, ഒരു 10 പേരുടെ അഡ്രസ്സ് തരാൻ കഴിയുമോ? ഇത്തരത്തിൽ ഈ ലവ് ജിഹാദിലൂടെ മതം മാറ്റപ്പെട്ട് സിറിയയിലേക്ക് പോയ ഒരു 10 പെൺകുട്ടികളുടെ അഡ്രസ്സ് നിങ്ങൾക്ക് തരാൻ കഴിയുമോ എന്ന് സോഷ്യൽ മീഡിയയിലൂടെ പലരും ഇത്തരത്തിൽ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്, ബെറ്റ് വെക്കുന്നുണ്ട്, 1 കോടി രൂപ തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു 10 പേരുടെ അഡ്രസ്സ് നിങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ കഴിയുമോ? 32,000-ന്റെ കഥ അവിടെ നിൽക്കട്ടെ, അതുമായി ബന്ധപ്പെട്ട് അത് അവിടെ നിൽക്കാൻ കഴിയില്ല. അത് അത്തരത്തിൽ വലിയ പ്രചാരണമാണ്. 32,000 പെൺകുട്ടികൾ ഇവിടെ കേരളത്തിൽ നിന്നും സിറിയയിലേക്ക് പോയെന്നല്ലേ നിങ്ങളുടെ പ്രൊപ്പഗാൻഡ? കേരളത്തിൻ്റെ നിയമസഭാ രേഖകളിൽ കേരളത്തിൽ നിന്ന് ഈ പറയുന്ന IS-ന്റെ ഭീകരവാദികളായിക്കൊണ്ട് സിറിയയിലേക്ക് ആടുമേക്കാൻ പോയിട്ടുള്ള ആളുകളുടെ കൃത്യമായ ഡാറ്റാസ് കേരള നിയമസഭയുടെ ആധികാരിക രേഖയിലുണ്ട്. 2, കേരളത്തിൻ്റെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിനകത്ത് കൃത്യമായിട്ട് ആരൊക്കെയാണ്, എത്ര പേർക്ക് ഈ കേരളത്തുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 2, അൻസാറുൽ ഖലീഫ എന്ന് പറയുന്ന IS-ന്റെ ഒരു സബ് സെക്ഷൻ കേരളത്തിൽ പ്രവർത്തിച്ചു എന്നത് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്. 2, അങ്ങ് പറഞ്ഞല്ലോ ഈ നിമിഷ ഫാത്തിമ, മെറിൻ ജോസഫ്, ഇവരാരായിരുന്നു? നിമിഷ ഫാത്തിമയും മെറിൻ ജോസഫും ഒക്കെ ഈ കേരളത്തിലെ ഒരു സോണിയ സെബാസ്റ്റ്യനും മെറിൻ ജേക്കബിനെയും മാത്രം നിർത്തിക്കൊണ്ടാണ് ഈ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ഈ സോണിയ സെബാസ്റ്റ്യൻ, ഒരു മെറിൻ ജേക്കബ്, ഈ 2 പേരെ മുൻനിർത്തിക്കൊണ്ട് ഈ കേരളത്തിൽ മുഴുവൻ തീവ്രവാദത്തിന്റെ ഹബ്ബാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കത്തെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അങ്ങനെ ആരും പറയുന്നില്ലല്ലോ. അങ്ങനെ ആരും പറയുന്നില്ല. എങ്ങനെ പറയുന്നില്ല? അങ്ങനെ ആരും പറയുന്നില്ല. നിങ്ങൾ പറയും, മനസ്സിലാക്കണം. അങ്ങനെ ആരും പറയുന്നില്ല. കേരളത്തിലെ എല്ലാ ഇസ്ലാമിക വിശ്വാസികളും മതഭീകരത ആരാ പറഞ്ഞത്? ഈ ഇസ്ലാമിക മതഭീകരവാദികൾ 2018 മുതൽ 21 വരെയുള്ള ഈ ഇസ്ലാമിക തീവ്രവാദ IS-ലേക്കുള്ള റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മദ്രസകളിൽ റാഡിക്കലേഷൻ സ്പെഷ്യൽ ബ്രാഞ്ച് മതസംഘടനകളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. നിങ്ങളത് നോക്കൂ. സ്പെഷ്യൽ ബ്രാഞ്ച്, കേരളത്തിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് 2019 മുതൽ 21 വരെ അവിടെ മദ്രസകളുമായി സഹകരിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് പിണറായി വിജയൻ്റെ സർക്കാർ നടത്തിയിട്ടുണ്ട് മേഡം. അതിനർത്ഥം എന്താണ്? അതുകൊണ്ട് ഇസ്ലാം സമൂഹം കൃത്യമായിട്ടുള്ളൊരു ബോധവൽക്കരണം നടത്തിയിരുന്നു. IS പോലെയുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് ഇസ്ലാം മതവിശ്വാസത്തിൽപ്പെട്ട ആളുകൾ പോകരുത്. അതുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ, മുജാഹിദ് ആയിക്കോട്ടെ, സമസ്ത കേരള സുന്നി ആയിക്കോട്ടെ കൃത്യമായി നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാടുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തെയാണ് ഒരു സിനിമയിലൂടെ ചിത്രീകരിച്ചത്. അത് സിനിമയിലെ ഒരു സംവിധായകൻ്റെ ആവിഷ്കാരത്തിനനുസരിച്ച് അതിനധികം പറഞ്ഞിരിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ കേരളത്തിൽ നിന്ന് IS-ലേക്കും സിറിയയിലേക്കും ചേരാൻ വേണ്ടിയിട്ട് മതഭീകരവാദ പ്രസ്ഥാനങ്ങളിൽ കാരണം ഈ സുദീപ്തോ സെൻ ഇതിനെ പർവ്വതീകരിച്ചിട്ടുണ്ടാകാം.
പക്ഷേ ഇത് കേരളത്തിൻ്റെ റിയൽ സ്റ്റോറിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്തരേന്ത്യയിലും അതുപോലെ DD ദൂരദർശൻ നാഷണലെല്ലാം ഇത് പ്രദർശിപ്പിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു സോണിയ സെബാസ്റ്റ്യൻ അല്ലെങ്കിൽ മെറിൻ ജേക്കബ്, ഒരു നിമിഷ ഫാത്തിമ, ഇവരെ മാത്രം മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ ഇത്തരത്തിൽ 32,000ഓളം സ്ത്രീകൾ സിറിയയിലേക്ക് ആടുമേക്കാൻ പോയി എന്നൊക്കെ പറയുന്ന ഇവരെ എന്ത് വിളിക്കണം? ഈ സിനിമയുടെ ആദ്യഘട്ടത്തിലുള്ള പ്രചരണം ആരംഭിച്ചപ്പോൾ 32,000 പെൺകുട്ടികൾ എന്നതാണ് പ്രചരിപ്പിച്ചത്. ശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും ഉയർന്നു വന്നപ്പോഴാണ് 32,000 എന്നുള്ളത് മാറ്റി എണ്ണം കുറച്ചത്. പക്ഷേ വടക്കേന്ത്യയിലടക്കം ഈ കേരളത്തിൻ്റെ മുഖം വികൃതമാക്കി കാണുവാനും കേരളത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യമാണ് ഉള്ളത് എന്ന് വരുത്തി തീർക്കാനും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തരത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ദൂരദർശൻ അത്തരത്തിലുള്ള സിനിമ പ്രക്ഷേപണം ചെയ്തത്. നമുക്കറിയാം, ദൂരദർശൻ വടക്കേന്ത്യയിൽ നിരവധി ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു വാർത്താ മാധ്യമമാണ്. അപ്പോൾ ദൂരദർശനിൽ വരുന്ന ഒരു സിനിമ അത്തരത്തിൽ തന്നെയാണ് വടക്കേന്ത്യക്കാർ കാണുക. അപ്പോൾ കേരളത്തെ വലിയ തരത്തിൽ ഇടിച്ചു കാണിക്കുക, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ തരത്തിൽ ഇസ്ലാം മതത്തിൽ പലരെയും മതം മാറ്റി കൊണ്ടുപോയി തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപൂർവ്വമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ സിനിമ നടന്നത്, സിനിമ പ്രദർശിപ്പിച്ചത്. ആ സിനിമ പ്രദർശിപ്പിക്കുന്ന സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ പലതരത്തിൽ വർദ്ധിപ്പിച്ചു വരുന്നതും ഇതേ തരത്തിൽ ഉള്ള ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി തന്നെയാണ്. ചില യൂദാസിൻ്റെ സ്വഭാവത്തോടെ ചില ആളുകൾ ഇടപെടുന്നു എന്നത് തന്നെയാണ്. അത് കേരളം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം കേരളത്തിൽ ഇതൊന്നും ഏക്കാൻ പോകുന്നില്ല, പക്ഷേ വടക്കേന്ത്യയിൽ ഇതുകൊണ്ട് കുറച്ച് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് വിചാരിച്ച് തന്നെയാണ് സംഘപരിവാർ വളരെ വ്യാപകമായിട്ട് ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള കേരള സ്റ്റോറി എന്താണ് എന്ന് രാജ്യം ബദലായി ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൻ്റെയും പാറക്കൽ മസ്ജിദിൻ്റെയും ബോർഡ് ഒരൊറ്റ ബോർഡിൻ്റെ പകുതിയായി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരൊറ്റ വഴിയിൽ 2 കവാടങ്ങൾ വന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കാണുകയാണ്. ഇന്ന് തന്നെ ഈദ്ഗാഹുകൾക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കുന്ന ഇസ്ലാമിന് വിട്ടുകൊടുക്കുന്ന ക്രിസ്ത്യൻ പള്ളിയുടെ ഗ്രൗണ്ടുകളെ നമ്മൾ കാണുകയാണ്. അതുപോലെ മറ്റ് സൗകര്യങ്ങൾ കൊടുക്കുന്നത് നമ്മൾ കാണുകയാണ്. അതുപോലെ സമാനതകളില്ലാത്ത മതേതര സ്വഭാവം കാത്തുസൂക്ഷിക്കുന്ന കേരളത്തിൻ്റെ മോഡൽ ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് കേരള സ്റ്റോറി എന്ന രൂപത്തിൽ വ്യാജ കഥ പ്രചരിപ്പിക്കുമ്പോൾ യഥാർത്ഥ കേരള സ്റ്റോറി അതിശക്തമായി പ്രചരിപ്പിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഊന്നി യുവജന സംഘടനകളടക്കം രംഗത്ത് വരുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ 5 സീറ്റ് കിട്ടും, 2 അക്കം എത്തും, വലിയ നേട്ടം കേരളത്തിൽ ഉണ്ടാക്കും എന്നെല്ലാം പറഞ്ഞ് പ്രചരണ രംഗത്ത് വന്നവർക്ക് ഒരു നേട്ടവും കേരളത്തിൽ ഉണ്ടാകില്ല, പഴയ സ്ഥിതിയിൽ നിന്ന് ദയനീയമായി പുറകോട്ട് പോകും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. രാജ്യത്താണെങ്കിൽ 350-400 സീറ്റ് കിട്ടും, ഒറ്റയ്ക്ക് ഭരിക്കും എന്ന് പറഞ്ഞവർ എവിടെ നിങ്ങൾക്ക് ഇത്ര സീറ്റ് കിട്ടും എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ ദക്ഷിണേന്ത്യ പോയി, വടക്കേന്ത്യയിലെ മാക്സിമം വിജയം കിട്ടി, അതിൽ തന്നെ UP-യിൽ, മധ്യപ്രദേശിൽ, അതുപോലെ ബീഹാറിൽ, മഹാരാഷ്ട്രയിലെല്ലാം വലിയ തിരിച്ചടി ഉണ്ടാകും. ഡൽഹി, പഞ്ചാബ് ഒരു തരത്തിലും കഴിഞ്ഞോണത്തെ നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ സാഹചര്യത്തിൽ ആസാമിൽ പോലും കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റിലേക്ക് വരാൻ കഴിയില്ല. അപ്പോൾ വലിയ തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ട് ആ ഭയപ്പാടിൽ നിന്ന് രക്ഷപ്പെടാൻ ഏതെങ്കിലും തരത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കിണഞ്ഞുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം ജനം നന്നായി തന്നെ തിരിച്ചറിയും. പൗരത്വ ഭേദഗതി നിയമമായാലും, കാശ്മീരിനെ കീറി മുറിച്ചതായാലും, കർഷകർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭമായാലും, അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമായാലും, പയ്യെ രാഷ്ട്രീയ അജണ്ടയുടെ പൂർത്തീകരണത്തിലൂടെ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളെയും ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തീരാ ദുരന്തം ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകളിലും യോഗങ്ങളിലും കുടുംബയോഗങ്ങളിലുമെല്ലാം സജീവമായിട്ടുള്ള ചർച്ചയായി മാറുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും നേരിടാൻ വേണ്ടി വർഗീയ ധ്രുവീകരണം തന്നെയാണ് BJPയുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇനിയുള്ള ദിവസം തെരഞ്ഞെടുപ്പ് വരെ പല സിനിമകൾ വരും, പല ഡോക്യുമെൻ്ററി വരും. BBC എതിർത്തവർ, സ്റ്റെയിൻ സാമി പറഞ്ഞ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കിയവർ, അതുപോലെ സിദ്ദിഖ് കാപ്പനെ ജയിലിലടച്ചവർ, പ്രീത സൈവാദിനെയും RB ശ്രീകുമാറിനെയും പിടിച്ച് ജയിലിലടച്ചവർ, അതുപോലെ പെരുമാൾ മുരുകനോട് എഴുത്താണോ വേണ്ടത് കഴുത്താണോ എന്ന് ചോദിച്ചവർ, അന്നേരം ഒന്നുമില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം ഇപ്പോൾ ഈ കേരള സ്റ്റോറിയുടെ പേരിൽ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് വളരെ ചുരുക്കം ആളുകൾ പോയതിനെ എത്ര പർവ്വതീകരിക്കുമ്പോൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ചയാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതെല്ലാം ജനം കൃത്യമായി തിരിച്ചറിയും, അതേ പറയാനുള്ളൂ. അരുൺ, അത് മാത്രമല്ല, ഈ IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ 200-ലധികം പേർ പോയിട്ടുണ്ട്, നോർത്ത് ഇന്ത്യയിൽ നിന്നുമുണ്ട്. നോക്ക്, ഇന്ത്യയിലെ തന്നെ IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ടത് ആരാണ്? ബീഹാർ സ്വദേശിനിയായ ഒരു സ്ത്രീയാണ്.
യാസ്മിനാണ് ശിക്ഷിക്കപ്പെട്ടത്, ബീഹാർ സ്വദേശിനിയാണ്. അപ്പോൾ ഇത് ബീഹാറിന്റെ കഥ. സംസ്ഥാനത്തിന്റെ പേരും ഇടുന്നില്ല. ആ ഒരു സംസ്ഥാനത്ത് ഇത് നടന്നു. അവരാണ് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ഇറങ്ങി തിരിച്ച പ്രതി എന്ന് പറയുന്നത് ആ സ്ത്രീയാണ്, ആ ബീഹാറുകാരിയാണ്. പക്ഷേ ആ സംസ്ഥാനത്തിന്റെ പേര് പോലും ഈ കഥയിൽ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല കേട്ടോ. അതെ, കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല. അതായത് സംഘപരിവാർ രാഷ്ട്രീയം പല അജണ്ടയുമായി വന്നിട്ടും കേരളത്തിൽ മാത്രം അവർക്ക് രക്ഷപ്പെടാനോ ഒരു തരത്തിൽ പോലും അവരുടെ രാഷ്ട്രീയത്തിന് വേര് കിട്ടാത്ത നാടായി കേരളം മാറിയപ്പോൾ കേരളത്തെ തകർക്കാൻ വേണ്ടി ഒരു സാങ്കല്പികമായിട്ടുള്ള കഥ, അതിനുവേണ്ടി 32,000 പേർ കേരളത്തിൽ നിന്ന്, ആകെയുള്ള ജനസംഖ്യ 3.5 കോടിയാണ്, 32,000 പെൺകുട്ടികളെ മതം മാറ്റി കൊണ്ടുപോയി എന്നെല്ലാം പറഞ്ഞ് കള്ളമായിട്ടുള്ള വ്യാജ കഥയുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ശക്തമായിട്ടുള്ള മറുപടി കൊടുക്കും എന്നതിൽ യാതൊരു സംശയമില്ല. കേരളമാണ് ഇവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ പൂർത്തീകരണത്തിന് വേണ്ടി എന്ത് കിണഞ്ഞ ശ്രമവും ഇവർ നടത്തും, എന്ത് നുണപ്രചരണവും അപവാദ പ്രചരണവും നടത്തും. അതിൽ ജാഗ്രതയോടെ കേരള ജനത മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ. യെസ്, ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധി വസന്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വസന്ത്, ഇന്ന് ഈ ഈദ്ഗാഹുകളിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച കൊച്ചി ഇമാമിന്റെ പെരുന്നാൾ സന്ദേശത്തിൽ ഒരു വരിയുണ്ട്. വസന്ത് ലൈനിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. യെസ്, ഞാൻ വസന്തിലേക്ക് വരാം. എങ്കിൽ പ്രിന്റുവിലേക്ക് തന്നെ പോകാം. പ്രിന്റു, ഞാൻ നേരത്തെ ഉയർത്തിയ ഒരു പ്രശ്നം, ഒരു ബീഹാർ സ്വദേശിനിയാണ് ഈ IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ കേസിൽ ശിക്ഷിക്കപ്പെട്ടത്. പക്ഷേ അവിടെ ബീഹാറുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ആ സിനിമയിലില്ല. ഇത് കേരളത്തിൽ മാത്രമാണ് നടന്നത് എന്നൊക്കെയാണ് നിങ്ങൾ വരുത്തി തീർക്കുന്നത്. അങ്ങനെയല്ല മാഡം, ഇതിനകത്ത് കൃത്യമായിട്ട് അറിയാമല്ലോ, കേരളത്തിൽ 2018 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തിലാണ് IS-ലേക്കുള്ള കൃത്യമായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ഈ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് IS-ലേക്കും സിറിയയിലേക്കും പോയിട്ടുള്ള മലയാളികൾ ആരും തന്നെ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതിൽ 21ഓളം പേർ ഈ യുദ്ധത്തിൽ, ഈ ജിഹാദിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ മരണപ്പെട്ടു എന്നുള്ള കഥയാണ് പറയുന്നത്. അതിനകത്ത് അഫ്ഗാനിൽ ജയിലിൽ കടന്നിരുന്ന നിമിഷ ഫാത്തിമയ്ക്ക് വേണ്ടിയുള്ള അമ്മയുടെ മുറിവിളി നമ്മൾ കേട്ടതാണ്. അപ്പം മെറിൻ ജേക്കബും അതുമായി ബന്ധപ്പെട്ടുള്ള കഥകളും ആ കാര്യങ്ങളും നമുക്ക് കൃത്യമായി, അതിനെ കൃത്യമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഒരു ജാഗ്രത അല്ലെങ്കിൽ ജാഗരണം നടത്തുക എന്ന നിമിഷ ഫാത്തിമയുടെ അമ്മ ഈ ആറ്റുകാൽ ക്ഷേത്രത്തോടനുബന്ധിച്ച് താമസിക്കുന്ന ബിന്ദു പറഞ്ഞു, നിമിഷ ഫാത്തിമ അവർ ഇതെല്ലാം വെടിഞ്ഞ് ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറാണ്, പക്ഷേ ഇന്ത്യ സർക്കാർ അനുവദിക്കാത്തൊരു സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞു. ബിന്ദുവിന്റെ ഒരു മകൻ എന്ന് പറയുന്നത് ആർമിയിൽ മേജറാണ്. അപ്പോൾ വലിയ ഉന്നത സൈനിക പദവിയിലിരിക്കുന്ന ഒരാളുടെ സഹോദരിയാണ് ഇത്തരത്തിൽ ഈ നിമിഷ ഫാത്തിമ എന്ന് പറയുന്ന നിമിഷ. അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ എന്തെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കേന്ദ്രമന്ത്രിമാരെ അടക്കം എത്ര തവണ കാണുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഒരു നിലപാടുണ്ടായിരുന്നെങ്കിൽ അവർ തിരിച്ചു വരാൻ തയ്യാറായല്ലോ. അവരെന്തുകൊണ്ടാണ് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാകാതിരുന്നത്? അത് തന്നെയാണ് മേഡം പ്രശ്നം. അത് തന്നെയാണ് പ്രശ്നം. ആറ്റുകാൽ അമ്മയുടെ വക്തയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മകൾ, രാജ്യസ്നേഹത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന സഹോദരൻ, ആ വീട്ടിൽ നിന്ന് IS ഭീകരവാദത്തിലേക്ക് ഒരു പെൺകുട്ടി പോകുന്നു. അതിൻ്റെ ഒരു ഗൗരവപരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ പറഞ്ഞ ഇത് രണ്ടു തന്നെയാണ് പ്രശ്നം. ആ പ്രശ്നത്തെയാണ് ഇവിടെ ആ സിനിമയിലൂടെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എവിടേക്ക് പോയിട്ടുള്ള ആളുകളെ തിരിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഞങ്ങൾ കൊണ്ടുവരുന്നതായിക്കോട്ടെ, നിങ്ങൾ ദേശസ്നേഹത്തെ കുറിച്ച് പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. ആ അമ്മ ഇപ്പോൾ നിങ്ങൾക്കെതിരെയാണ്, BJP സർക്കാരിനെതിരെയാണ് നിമിഷ ഫാത്തിമയുടെ അമ്മ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതുകൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ശ്രീ വസന്ത് സിറിയക്കിലേക്കാണ്. വസന്ത്, ഞാൻ നേരത്തെ വസന്തിലേക്ക് എത്താൻ ശ്രമിച്ചിരുന്നു. പ്രിന്റ്, ഞാൻ വരാം. വസന്തിലേക്ക് എത്താൻ ശ്രമിച്ചിരുന്നു. ഇന്ന് കൊച്ചിയിൽ കൊച്ചി ഇമാമിൻ്റെ വാക്കുകൾ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഈ ധ്രുവീകരണം ഉണ്ടാക്കുന്നവരെ ഭരണത്തിൽ നിന്ന് അകറ്റാൻ നിസ്സംഗത പാലിക്കരുത് എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിൽ ഈ CAA കുറിച്ചുള്ള ആശങ്കയാണ് ഇന്ന് ഈദ്ഗാഹുകളിൽ ഉടനീളം മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നത്. അക്കാര്യത്തിൽ ഈ ഭരണത്തിൽ നിന്ന് അകറ്റാൻ നിസ്സംഗത പാലിക്കരുത് എന്ന് പറയുമ്പോൾ ഈ നിസ്സംഗത പാലിക്കുന്നവർ ആരാണ് എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ ഉണ്ട്. അത് വളരെ കൃത്യമായി കോൺഗ്രസിൻ്റെ
കോൺഗ്രസിലേക്കാണ് അത്തരത്തിൽ നിങ്ങൾ നിസ്സംഗത പാലിക്കുന്നു എന്ന ഒരു വാദത്തിലേക്ക് എത്തിച്ചേരുന്നത്. കാരണം നിങ്ങളുടെ പ്രകടന പത്രികയിൽ CAA എന്നുള്ളൊരു വാക്കുപയോഗിക്കാൻ പോലും നിങ്ങൾ തയ്യാറല്ല. ഈ രാജ്യത്തെ ന്യൂനപക്ഷം നേരിടുന്ന ഏറ്റവും കാതലായ ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാതെയാണ് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും പ്രകടന പത്രികകൾ കോൺഗ്രസ് തയ്യാറാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾക്കുള്ള ഒരു ചോദ്യം കൂടിയാണ് ഇത്, ഈ നിസ്സംഗത പാലിക്കരുത് എന്നത്. അല്ല, അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ശ്രീ പ്രിന്റുവിന് ചില ഉത്തരങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ചോദ്യത്തിലേക്ക് കൂടി വരണം കേട്ടോ. ഉറപ്പായി നമ്മൾ കഴിഞ്ഞ 3 ദിവസമായി ഇത് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. വീണ്ടും അത് പറയാതിരിക്കില്ല. അതിനു മുമ്പ് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഉത്തരം പറയേണ്ടത് ഉള്ളത് കൊണ്ടാണ്. നോക്കൂ, പ്രിന്റു പറയുന്നത് NIA കണക്കുകളാണ്. NIA കണക്കുകൾ പ്രകാരം പ്രിന്റു 200ഓളം പേരാണ് ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ISIS ചേർന്നിട്ടുള്ളത്. UP നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ ചേർന്നിട്ടുള്ളത്. നിങ്ങൾ എന്താ UP സ്റ്റോറി ഇറക്കാത്തത്? ഇനി ഗ്രഹാം സ്റ്റെയിനെ മക്കളെയും ചുട്ടുവന്ന നിങ്ങളുടെ എന്താണ് പറയുന്നത് ഗ്രഹാം സ്റ്റെയിൻ സ്റ്റോറി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇറക്കാൻ തോന്നാത്തത്? 32,000 എന്നുള്ള ഒരു വലിയ കണക്ക് പറഞ്ഞുകൊണ്ട് കേരളം മുഴുവൻ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. സുദീപ് സെന്നിന്റെ അതിനു മുമ്പത്തെ ഇൻ ദ നെയിം ഓഫ് ലവ് എന്ന് പറയുന്ന ചിത്രമുണ്ട്. ഈ സിനിമയിൽ 32,000 എന്ന കണക്ക് അവർ പിൻവാങ്ങിയെങ്കിൽ അതിൽ പറയുന്നത് 16,000 പെൺകുട്ടികൾ കേരളത്തിൽ നിന്നും 15,200 പെൺകുട്ടികൾ കർണാടകയിലെ കോസ്റ്റൽ മേഖലകളിൽ നിന്നും പോയി എന്നാണ്. അതിൽ നിന്നും പിൻപോട്ട് പോകാൻ സുദീപ് സെൻ തയ്യാറാവുന്നില്ലല്ലോ. അപ്പൊ വളരെ കൃത്യമായി നിങ്ങൾ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നു. ആ അജണ്ട സെറ്റ് ചെയ്ത് അത് ചർച്ച ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നേരത്തെ MJ പറഞ്ഞതുപോലെ യാതൊരു പൊളിറ്റിക്കൽ അജണ്ടയും ഇവിടെ ചർച്ച ചെയ്യിപ്പിക്കാൻ കേരളത്തിൽ BJPക്ക് തൽക്കാലം സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന 2 അക്ക സംഖ്യ എന്നത് 0 ആണ് എന്നത് നിങ്ങൾ തിരിച്ചറിയുന്നത് കൊണ്ട് ജാവദേക്കറിന്റെ 5+ എന്ന സ്വപ്നം മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകുന്നത് കൊണ്ട് ഇതാ നോക്കൂ, 2023 പുറത്തിറങ്ങിയ സിനിമ, OTT പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോഴും ലഭ്യമായ സിനിമ, ഈ രാജ്യത്തെ ഏറ്റവും അവസാനത്തെ പൗരന്റെയും പണം ഉപയോഗിച്ചുകൊണ്ട് റൺ ചെയ്യുന്ന ഈ രാജ്യത്തിന്റെ അഭിമാനം തന്നെയായ DDയിലൂടെ നിങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിന് കേരള സ്റ്റോറി എന്ന് പേരിടണ്ട, അതിന് നിങ്ങൾ നാഗ്പൂർ കുക്ക്ഡ് ക്രൂക്കഡ് ദാൽ എന്ന് പേരിട്ടാൽ മതി. വളരെ ക്രൂക്കഡായി നാഗ്പൂർ ആസ്ഥാനത്ത് നിങ്ങൾ കുക്ക് ചെയ്ത ദാലാണത്. ആ ദാല് കേരളത്തിൽ വർക്കാവുകയില്ല എന്ന് നിങ്ങൾക്കും അറിയാം. നിങ്ങൾ ഒരിക്കലും കേരളത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല എന്ന് ഞങ്ങൾക്കും ബോധ്യമുണ്ട്. അത് നിങ്ങൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഇറക്കിയതാണ്. പക്ഷെ അവിടെയുള്ളവർക്കും വിവരം വെച്ച് തുടങ്ങിയിരിക്കുന്നു. അത് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത് നീലിമയുടെ ചോദ്യത്തിന് ഉത്തരം അത് പറയാതെ ഞാൻ പോവില്ലല്ലോ. രൂപതയെക്കുറിച്ചും തലശ്ശേരി രൂപതയെക്കുറിച്ചും ഇതാണോ പറയുന്നത്? ഇടുക്കി രൂപതയെക്കുറിച്ചും തലശ്ശേരി രൂപതയെക്കുറിച്ച് അഭിപ്രായമാണോ? ഇതേ അഭിപ്രായമാണോ താങ്കൾക്ക്? അപ്പൊ ദാല് ഇടുക്കി രൂപതയുടെ കുക്കിൽ എന്തല്ലോ അല്ല പാലാരു ഇതും കൂടി പറയണ്ടേ? നിങ്ങൾ BJPക്കാരെ അടിച്ച് ആക്ഷേപിക്കുന്ന സമയത്ത് ഇടുക്കി രൂപതയുടെയും തലശ്ശേരിയുടെ കുക്കറിൽ ഇത് വെന്തോ? ഇടുക്കി രൂപതയെ പറ്റിയൊന്നും എന്നെ പറഞ്ഞു പഠിപ്പിക്കണ്ട. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്നുള്ള ഒരു അംഗമാണ്. വളരെ കൃത്യമായി നിങ്ങളുടെ ചില അജണ്ടകളിൽ പാലാ ബിഷപ്പുമായി ബന്ധപ്പെട്ട എന്താ വസന്തിന്റെ അഭിപ്രായം? ഇതില് പാലാ ബിഷപ്പ് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ മുൻപ്. അന്ന് മതഭീകരവാദ സംഘടനയിൽ പാലാ ബിഷപ്പിന് കുറഞ്ഞു തുള്ളിയല്ലോ. വസന്തന്റെ പാലാ ബിഷപ്പ് എന്ന BJPക്കാരനാണോ? സെന്നിന്റെ ആളാണോ? പ്രിന്റു, ഈ പാലാ ബിഷപ്പ് ലവ് ജിഹാദിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. ഇത്തരത്തിലൊരു ലവ് ജിഹാദ് കേന്ദ്ര സർക്കാർ തന്നെ പാർലമെന്റിൽ പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാണ് അത് ഹൈലൈറ്റ് ചെയ്യുന്നത്? ലവ് ജിഹാദ് എന്ന് പറയുന്നത് ലവ് എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാപരമായ ഒരു പദവിയോ അല്ലെങ്കിൽ ഭരണഗതി അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനമല്ല. അത് കൃത്യമായി കണ്ടെത്താൻ ഒരു സംവിധാനവും ഇല്ല. ലവ് ജിഹാദ് ഉണ്ടോ എന്ന് കോടതിയോട് ചോദിക്കുമ്പോൾ വസന്ത്, ഞാൻ ചോദിച്ച ചോദ്യത്തിനെല്ലാം മറുപടി പറയാനുണ്ട്. വസന്ത് സംസാരിക്കട്ടെ, അങ്ങയിലേക്ക് തീർച്ചയായും എത്തും. ഉത്തരമുണ്ട്. ഇല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരോർക്കും എനിക്ക് ഉത്തരമില്ലാതെ നോക്കൂ. പ്രിന്റു, ഈ പറയുന്ന എല്ലാ ആരോപണങ്ങളും ശരിയാണെന്നിരിക്കട്ടെ. അതായത് കേരളത്തിൽ നിന്ന് 33,000 പെൺകുട്ടികൾ ISIS ചേർന്നിട്ടുണ്ട് എന്നിരിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങളുടെ കേരള സ്റ്റോറിയുടെ എല്ലാ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെരി ട്രൂ ആൻഡ് കറക്റ്റ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവർ KSRTC ബസ്സിലാണോ പോയത്? അതോ റെയിൽവേയിലാണോ പോയത്? നിങ്ങളുടെ വന്ദേ ഭാരത് എക്സ്പ്രസിൽ കയറിയാണോ പോയത്? അല്ലല്ലോ. ഒന്നെങ്കിൽ കടൽ മാർഗം, ഇല്ലെങ്കിൽ വിമാനമാർഗം. ഈ രണ്ടും കൈകാര്യം ചെയ്യുന്ന ആരാണ്? ഈ രണ്ടും കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെ മിനിസ്ട്രിയാണ്, നിങ്ങളുടെ സർക്കാരാണ്.
ഈ കേരള സ്റ്റോറി ശരിയാണെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം അമിത്ഷാ വലിയ പരാജയമാണ് എന്നാണ്. കേരളം പോലെ ഇന്ത്യയിൽ അതാണ് പറയേണ്ടത്. പുൽവാമ പോലെയുള്ള വലിയ ദുരന്തത്തിന് ഒരു ഇന്റലിജൻസ് സംവിധാനവും ഇല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നല്ലേ പറയേണ്ടത്. കേന്ദ്ര സംവിധാനത്തിന്റെ പാകപ്പിഴയല്ലേ അത് ചൂണ്ടിക്കാട്ടുന്നത്. തീർച്ചയായും എന്താണ് മേഡം നിലവിൽ വസന്ത് നാളെ ജോലി ആവശ്യത്തിന് ഗൾഫിൽ പോയി അവിടെ അദ്ദേഹം സിറിയയിലേക്ക് ആടുമേക്കാൻ IS-ലേക്ക് ചേരാൻ പോയി കേന്ദ്ര സർക്കാർ അതിൽ ഒരു മിനിറ്റ് അരുൺ എന്തോ പറയാനുണ്ട്. അരുൺ, ബി ജെ പിയുടെ പ്രതിനിധി പറയുന്നത് ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായിട്ട് പദവിയൊന്നും അല്ലല്ലോ, കോടതി ചോദിച്ചാൽ അങ്ങനെയൊക്കെയാ പറയുള്ളൂ എന്ന്. കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ട് ഇന്ത്യയുടെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി വച്ച റിപ്പോർട്ടാണ് ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന്. കേരളത്തിന്റെ ഹൈക്കോടതിയുടെ വിവിധ ബെഞ്ചുകൾ ഇത് ലവ് ജിഹാദ് കേരളത്തിലില്ല, രാജ്യത്തില്ല എന്ന് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. സുപ്രീം കോടതിയും അത്തരത്തിൽ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ജനാധിപത്യ പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം റിപ്പോർട്ട് ചെയ്ത സാഹചര്യം ഇതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തന്നെ ഭരണ വൈകല്യമല്ലേ, ഭരണ പരാജയമല്ലേ? ഇത്തരത്തിൽ യഥാർത്ഥത്തിലുള്ള കണക്കുകൾ പരിശോധിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടല്ലേ ആഭ്യന്തരമന്ത്രി അടക്കം പാർലമെന്റിൽ മറുപടി പറയുന്ന ചോദ്യത്തിന്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ വന്ന മറുപടിയെ ഏതെങ്കിലും ഒരു സിനിമാ സംവിധായകൻ അദ്ദേഹം ഒരു വ്യാജ കഥയുണ്ടാക്കി അദ്ദേഹത്തിന്റെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഈ കേരള സംസ്ഥാനത്തിന്റെ യശസ് ഇടിച്ചു കളയാൻ ശ്രമിക്കുമ്പോൾ അതിനെ കരുത്തോടെ നേരിടാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടവരാണ്. കാരണം ലോകത്തിന് മാതൃകയായി വികസന രാജ്യങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അത് വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ വികസന, സൗചിക അടക്കം എല്ലാ രംഗത്തും എടുത്ത് പരിശോധിക്കുക. ഏതെങ്കിലും രംഗത്ത് കേരളം പിന്നിട്ട് പോയിട്ടുണ്ടോ? അപ്പൊ ഈ കേരളത്തെ അപമാനിക്കാൻ മനസ്സോടെ നേരിടേണ്ട സർക്കാർ ചെലവിലേക്ക് സിറിയയിലേക്ക് പോകാനുള്ള പണം കൊടുക്കണമെന്നാണോ? BBC ഡോക്യുമെന്ററി ഇറക്കിയപ്പോൾ ആ BBC ഡോക്യുമെന്ററി നിരോധിക്കുകയും BBC-യുടെ പ്രവർത്തനം വരെ ഇന്ത്യയിൽ അവസാനിപ്പിച്ചവരാ നിങ്ങൾ. അപ്പോൾ ഇതൊരു വ്യാജ കഥയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ 32,000 എങ്ങനെ 10-ൽ താഴെ ഉള്ള എണ്ണമായി കുറയുമ്പോൾ ആ BBC ഈ കേരള സ്റ്റോറി അതാണ് ഗൗരവമായിട്ടുള്ള. ഇപ്പൊ കേരളത്തിനെതിരെ എന്ത് വന്നാലും അതൊക്കെ പരമാവധി പരമാവധി ചർച്ച ചെയ്തോട്ടെ. കേരളം അങ്ങ് തകർന്ന് തരിപ്പണമായി പോയിക്കോട്ടെ എന്നാഗ്രഹിക്കുന്നവരാണ്. കേരളത്തിൽ വിലപ്പോവില്ല എന്നത് തന്നെയാണ് വിവിധ കോണുകളിൽ നിന്നുള്ള പ്രതികരണം സൂചിപ്പിക്കുന്നത്. മണിപ്പൂരിന്റെ യഥാർത്ഥ സ്റ്റോറി കൂടി ഇവിടെ കാണേണ്ടതുണ്ട്. അത്തരത്തിൽ ചില ശ്രമങ്ങളും ചില ഭാഗത്ത് നിന്നുണ്ടായി. ശ്രീ M ജയചന്ദ്രനിലേക്കാണ്. ശ്രീ M ജയചന്ദ്രൻ, ഈ സംഘപരിവാറിന്റെ അജണ്ടകൾ പ്രചരിപ്പിക്കാനുള്ള ഉപാധിയായി ചില കോണുകളിൽ നിന്നുള്ള അവർ അത്തരത്തിലൊരു ഉപാധിയായി മാറുന്ന ചില നീക്കങ്ങളുണ്ട്. അതിനെ പ്രതിരോധിക്കാനുള്ള ചില നീക്കങ്ങളും ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഇന്ന് നോക്കൂ, ഇന്ന് അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള സാൻജോ പള്ളിയിൽ മണിപ്പൂരിൻ്റെ യഥാർത്ഥ സ്റ്റോറി പ്രദർശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഈ സംഘപരിവാറിൻ്റെ ഇത്തരത്തിലുള്ളൊരു ടൂൾ ഏറ്റെടുക്കാൻ ഒരു സമൂഹം ഒന്നാകെ നിൽക്കില്ല എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് വരുന്നതല്ലേ? കാരണം ക്രൈസ്തവ സഭകളെ ഒട്ടേറെ അടുത്തറിഞ്ഞ ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. ദീപികയുടെ എഡിറ്റർ പദവിയിലൊക്കെ ഇരുന്ന ആൾ എന്ന നിലയിൽ ഇത്തരത്തിൽ സംഘപരിവാറിൻ്റെ ടൂൾ പ്രചരിപ്പിക്കാനുള്ള, അജണ്ട പ്രചരിപ്പിക്കാനുള്ള ഒരു ഉപാധിയായി ചിലരെങ്കിലും മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഉയരുന്നില്ലേ? ചിലർ പിന്നെ സംഘപരിവാർ അജണ്ട പ്രചരിപ്പിക്കാനുള്ള ടൂൾ എന്നുള്ളതല്ല, അവരെ അത്തരത്തിൽ നിയോഗിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ചില ലക്ഷണങ്ങളാണ് ഇവിടെ പെട്ടെന്ന് പുറത്തു വന്നത്. അതേസമയം പിന്നെ ഇന്ന് സാഞ്ചോപുരത്ത് ആ വൈദികൻ ഒക്കെ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഉദാത്തമായൊരു മാതൃക തന്നെ മുമ്പോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടില്ലേ? ഈ ഫേക്ക് സ്റ്റോറിയാണ് കേരള സ്റ്റോറി എന്നുള്ള സിനിമ. അതേസമയം മണിപ്പൂർ സ്റ്റോറി എന്നുള്ളത് അത് പൊള്ളുന്ന ജീവിതാനുഭവങ്ങളാണ്. ആ പൊള്ളുന്ന ജീവിതാനുഭവങ്ങളാണ് ഈ കുട്ടികൾ അതെ ആ പൊള്ളുന്ന അനുഭവങ്ങൾ, അവരുടെ വേദനിക്കുന്ന കഥകളാണ് ഈ കുഞ്ഞുങ്ങൾ അറിയേണ്ടത്, പഠിക്കേണ്ടത്.
അതാണ് കൂടുതൽ സ്വീകാര്യം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുണ്ടായത്. ആ നിലപാട് സ്വീകരിക്കുന്നവരാണ് കേരളത്തിലെ ഏതാണ്ട് 98 ഒരു 9% വൈദികർ. ബാക്കി അപൂർവം ചിലർക്ക് മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ളൊരു BJP ഹാലിളക്കമുള്ളത്. അത് തിരുത്തേണ്ടി വരുന്നുണ്ടല്ലോ പലർക്കും. ഇത് ഞങ്ങളുടെ പ്രശ്നമല്ല, പിന്നെ സഭയെന്നുള്ള നിലയിൽ ഏറ്റെടുക്കുകയല്ല ചെയ്യുന്നത്. എന്നാൽ ഈ മതബോധനം അല്ലെങ്കിൽ സാൻമാർഗിക ബോധനം ആ തരത്തിലൊക്കെ KCYM ഒക്കെ ഏറ്റെടുക്കുന്ന നിലയിലേക്കാണ് എന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ അത് കുറേ കൂടെ പിന്നെ ആ നിലയിൽ നിന്ന് മാറാനാണ് സാധ്യത ഉള്ളത്. കാരണം താങ്കളിപ്പോൾ ചോദിച്ചുകൊണ്ട് അതുകൂടെ പറയണമല്ലോ. ഈ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു അസമിയ ദിനപത്രത്തിന് പ്രധാനമന്ത്രി കൊടുത്ത ഒരു അഭിമുഖത്തിലാണല്ലോ അദ്ദേഹം അവകാശപ്പെടുന്നത്, ഞാൻ പ്രധാനമന്ത്രി ആയതിനു ശേഷം 70 പ്രാവശ്യം നോർത്ത് ഈസ്റ്റിൽ പോയി എന്ന് പറയുന്നത്. പക്ഷേ മണിപ്പൂരികൾ ചോദിക്കുന്നത് ഈ കഴിഞ്ഞ വർഷം മെയ് 3 അവിടെ പൊട്ടിപ്പുറപ്പെട്ട് തുടങ്ങിയത് കലാപം. ഇപ്പോൾ ഈ അടുത്ത 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒരു 1-ാം വാർഷികത്തിലേക്ക് എത്തുകയാണ്, വീണ്ടും ഒരു മെയ് 3 ആകുമ്പോഴേക്ക്. എന്നിട്ട് എന്തേ ഇതേവരെ അവിടെ നിന്ന് പോകാൻ അദ്ദേഹത്തിന് സമയം കിട്ടാഞ്ഞത് പോയിട്ട് പാർലമെൻറ്റിൽ ഈ വിഷയം ചർച്ച നടന്നപ്പോഴേക്ക് എത്ര മിനിറ്റാണ് ഈ പ്രധാനമന്ത്രി അതിനുവേണ്ടി സംസാരിച്ചത്, മണിപ്പൂരിന് വേണ്ടി സംസാരിച്ചത്? 6 മിനിറ്റ്. ആ 2.5 മണിക്കൂർ ചർച്ചയിൽ 6 മിനിറ്റാണ് ഒന്ന് സ്പർശിച്ചു പോയതെങ്കിലും ഉണ്ടായത്. ആ മണിപ്പൂരിൻ്റെ അവസ്ഥ ഇന്നും ആ മുറി ഉണങ്ങിയിട്ടില്ല എന്നുള്ളിടത്തോളം എത്തി നിൽക്കുമ്പോൾ അത് പിന്നെ പറയുന്ന ആ കഥകൾ കുട്ടികൾ പഠിക്കുന്നതാണ് കൂടുതൽ സ്വീകാര്യം എന്ന് ക്രൈസ്തവ സഭയും അവിടുത്തെ വൈദികരും തീരുമാനിച്ചാൽ അത് നമുക്കതിനോട് യോജിക്കുകയല്ലാതെ കേരള സ്റ്റോറി എന്നുള്ളത് ഇവിടുത്തെ ഒരു സാധ്യതയാണ്. ആ സാധ്യത തുറന്നു കാണിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ പോയ കുറേ പേരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്തത് എന്നുള്ള നിലപാടാണോ? ജീവിതാനുഭവങ്ങൾ, പൊള്ളുന്ന ജീവിതാനുഭവങ്ങൾ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ പിന്നെ മണിപ്പൂർ സ്റ്റോറിയായിട്ട് വരുന്നത് തങ്ങളുടെ സഹോദരർ ഇത്തരത്തിലുള്ള കൊടും കെടുതികൾ ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് വടക്ക് കിഴക്കേ ഭാഗത്ത് നേരിടുകയാണ് എന്നുള്ളത് അറിയുന്നതാണോ കൂടുതൽ സ്വീകാര്യം? തീർച്ചയായിട്ടും ഇതറിയണം എന്നുള്ളിടത്ത് തന്നെയാണ് ക്രൈസ്തവ സഭയിലെ ഏതാണ്ട് എല്ലാവരും നിൽക്കുന്നത്. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് വീണ്ടും വിശ്വാസം വരുന്നു. അതുകൊണ്ടാണ് കേരളം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒറ്റപ്പെട്ട തുരുത്തല്ല. സമാന മനസ്കരോടെല്ലാം നമ്മൾ ആ സമാന ഹൃദയങ്ങൾ പങ്കുവെക്കുകയും അത്തരത്തിലുള്ള അനുതാപങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനസാക്ഷിയും സാമൂഹ്യ ഉത്തരവാദിത്വമുള്ള പ്രദേശം തന്നെയാണ് കേരളം. ആ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൽ ഏതൊരു വിഷയത്തിലും വളരെ കുറച്ച് സമയം എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അരുണിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ബോക്സിംഗ് താരങ്ങൾ, അതുപോലെ മണിപ്പൂരിലെ സ്ത്രീകൾ, കേരളത്തിന്റെ പാരമ്പര്യം, മണിപ്പൂരിലെ സ്ത്രീകൾ അവരനുഭവിച്ച യാതനകളൊക്കെ മറന്നുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ കേരള സ്റ്റോറിയുമായി ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് വിമർശനം. വളരെ പെട്ടെന്ന് പ്രധാനമന്ത്രി പോലും അവിടെ എത്തി നോക്കാൻ തയ്യാറായില്ലല്ലോ. മണിപ്പൂരിലെ കലാപവുമായി ബന്ധപ്പെട്ട് മണിപ്പൂരിന്റെ കലാപത്തിനെ സംബന്ധിച്ചിടത്തോളം 100 വർഷമായിട്ട് 2 ഗോത്രങ്ങൾ തമ്മിൽ നടക്കുന്ന കലാപത്തിനപ്പുറത്തേക്ക് അതിനെ മതത്തിന്റെയും ജാതിയുടെയും അങ്ങേയറ്റം വാചാലനാകുന്ന പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദി ഈ രാജ്യത്ത് കലാപങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കുക എന്നുള്ളതല്ല. കലാപമുണ്ടെങ്കിൽ ആ കലാപത്തെ അദ്ദേഹം കൃത്യമായി അടിച്ചൊതുക്കിയിട്ടുണ്ടോ? മണിപ്പൂർ പോലെ നമുക്കറിയാം, മണിപ്പൂർ സമാധാന അന്തരീക്ഷത്തിലേക്ക് വന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് മേഡം. അപ്സയും ടാഡയും പോലെയുള്ള ഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കാരണം 4 പേർക്ക് പോലും ഒരു സമയത്ത് കൃത്യമായിട്ട് വൈകുന്നേരങ്ങളിൽ അവിടേക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ആദ്യമായിട്ട് ജനങ്ങൾ പൊതുസമാധാനത്തിലേക്ക് പൊതുജീവിതത്തിൽ വന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് മേഡം. ആ കലാപത്തെ കൃത്യമായി അടിച്ചൊതുക്കി ആ കലാപവുമായി കേരളത്തെ സംബന്ധിച്ച് BJPക്ക് യാതൊരു അജണ്ടയും സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് വോട്ടർമാരെ നേരിൽ കണ്ട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് തരൂ എന്ന് പറയാൻ കഴിയുന്നില്ല. വളരെ കൃത്യമായി വരും ദിവസങ്ങളിലും ഇതുപോലെ സമാനമായ ധ്രുവീകരണത്തിന് വഴിതെക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ നമ്മൾ ഇനിയും മുൻകൂട്ടി കാണേണ്ടതുണ്ട് എന്നല്ലേ തോന്നേണ്ടത്? തീർച്ചയായും കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഒരു 20 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റിലേക്കും
രണ്ടാം സ്ഥാനത്ത് BJP എത്തില്ല ഒരു മണ്ഡലത്തിൽ പോലും. കാരണം അവർ പരമ്പരാഗതമായി ഉള്ളതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് 4ാം സ്ഥാനത്ത് തന്നെയായിരിക്കും. ഒരു മുന്നേറ്റം ഉണ്ടാക്കാനും അവർക്ക് കഴിയില്ല. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയ വിഷയങ്ങളെ മുഖ്യധാരയിൽ നിന്ന് മാറ്റുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉപയോഗിക്കുന്നു, ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നം സൃഷ്ടിക്കുന്നു, അതുപോലെ സാമ്പത്തിക ഫെഡറലിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും ഉപരോധങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ വർഗീയ അജണ്ട, മതസാഹോദര്യത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ തകർക്കാൻ വർഗീയ അജണ്ടയുമായി നിരന്തരം ഇറങ്ങിത്തിരിക്കുന്നു. അവിടെ മണിപ്പൂർ ചർച്ചയാക്കരുത്, ഒറീസയിലെ ഗ്രഹാം സ്റ്റെയിൻസിനെയും കുട്ടികളെയും ചുട്ടുകൊന്നത് ചർച്ചയാക്കരുത്, മുസാഫർ നഗർ കലാപം ചർച്ച ചെയ്യരുത്, BBC ഡോക്യുമെന്ററിയെ കുറിച്ച് ചർച്ച ചെയ്യുകയേ പാടില്ല. അതുപോലെ വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന പലതരത്തിലുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ നടക്കുന്ന ധ്രുവീകരണത്തിനെതിരെ ഒരു ചർച്ചയും പാടില്ല. മറിച്ച് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യണം. അതാണ് ലക്ഷ്യം. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ചർച്ച ചെയ്യണം. ഞങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കും, ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രിയെ ഞങ്ങൾ ജയിലിടും, അതുപോലെ തന്നെ മുൻ MLA-മാരെ MP-മാരെ ഞങ്ങൾ വിലക്കെടുക്കും, അതുപോലെ ഇലക്ട്രൽ ബോണ്ട് കോടികൾ വാങ്ങിക്കും. എല്ലാവരും മിണ്ടാതിരുന്ന് ഇവിടെ എല്ലാ തരത്തിലുമുള്ള പ്രതിഷേധങ്ങൾ ഇല്ലാതായി ഈ നാട്ടിൽ മുന്നോട്ട് പോകണം. ഇത് മാത്രമാണ് ലക്ഷ്യം. അതിനുവേണ്ടി BJP പ്രത്യേക അജണ്ട സെറ്റ് ചെയ്യുകയാണ്. ആ അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ ചില ഘട്ടങ്ങളിൽ കോൺഗ്രസ് മൗനം പാലിക്കുന്നു. അത് കുറ്റകരമായിട്ടുള്ള മൗനമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. ന്യൂനപക്ഷ വർഗീയതയുടെ എല്ലാം പിന്തുണ തേടിപ്പോകുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അവരുടെ പ്രകടന പത്രികയിൽ പോലും ഇടം പിടിക്കാതെ വരുന്നു. ഇത്തരത്തിൽ ഗൗരവമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യക്ക് എന്തു പ്രശസ്തി എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് ജനം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് നാം കാണുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങൾ ഇത്തരത്തിലുള്ള അജണ്ട സെറ്റ് ചെയ്തുള്ള സംഘപരിവാറിന്റെ ഇടപെടലുകൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിക്കും, കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് രംഗത്ത് വരും എന്ന് തന്നെ പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ പോകുന്നത്. അതിനുവേണ്ടി പ്രതിപക്ഷ കക്ഷികളുടെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യും, അതുപോലെ പ്രവർത്തിക്കാൻ കഴിയാത്ത വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും, വീണ്ടും സമൻസുകൾ വരും, ചോദ്യം ചെയ്യലുകൾ തുടരും. അപ്പോൾ ഏത് തരത്തിൽ മുന്നോട്ട് പോയാലും ഈ രാജ്യത്തെ നിലനിർത്തുക എന്നതാണ് ലക്ഷ്യം, ഭരണഘടനയെ നിലനിർത്തുക എന്നതാണ് ലക്ഷ്യം. അതിനുവേണ്ടി എന്തു ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തി കൂടുതൽ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കും. അതുപോലെ ഇന്ത്യ മുന്നണി കരുത്തുറ്റ പ്രകടനം കാഴ്ചവെക്കും. ഈ രാജ്യത്തെ തകർക്കുന്ന കോൺഗ്രസിന്റെ നിസ്സംഗതയ്ക്കെതിരെ കൂടി ഇന്ന് മതപണ്ഡിതരുടെ ആശങ്ക ഉയരുകയുണ്ടായി. കോൺഗ്രസ് പുലർത്തുന്ന നിസ്സംഗത കൂടി ചോദ്യം ചെയ്യപ്പെടുന്ന വാക്കുകളാണ് ഇന്ന് മതപണ്ഡിതരിൽ നിന്നും ഉണ്ടായത്. അവരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലേ എന്നതായിരുന്നു ന്യൂസ് ആൻഡ് വ്യൂസ് 1 മണിക്കൂർ ചർച്ച ചെയ്തത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, പ്രിന്റു മഹാദേവൻ, M ജയചന്ദ്രൻ, എല്ലാവർക്കും വളരെയധികം നന്ദി.